മരണം എന്ന് പറഞ്ഞാൽ ശരീരവും ആത്മാവും തമ്മിൽ വേർപാടാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, മരിച്ചു കഴിയുന്ന വ്യക്തി ആര് തന്നെ ആയിക്കോട്ടെ ആ വ്യക്തിയുടെ മരണസമയത്ത് തന്നെ തനതു വിധിയുണ്ട്. തനതു വിധി കഴിഞ്ഞാൽ പൂർണ്ണമായ ദൈവിക കൃപാവരത്തിലാണെങ്കിൽ നേരെ സ്വർഗത്തിലേക്ക് പോവാം. ഇനി ഒട്ടും ദൈവകൃപയില്ലാതെ മാരകപാപത്തിൽ അനുദപിക്കാതെ മരിക്കുകയാണെങ്കിൽ നേരെ നരകത്തിലേക്ക് പോകാം. ഇത് രണ്ടും നിത്യമാണ്. ഇനി കുറച്ച് കൃപയുണ്ട് എന്നാല് കുറെ കുറവുകളുണ്ട്, പാപത്തിന്റെ കണികകളുണ്ട്, അല്ലെങ്കിൽ പരിഹാരം ചെയ്യേണ്ട അവസ്ഥകളുണ്ട്, ശുദ്ധീകരണം ആവശ്യമുണ്ട്. പൂർണ്ണ വിശുദ്ധി ഇല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് പോകും. ശുദ്ധീകരണ അവസ്ഥയുടെ ശുദ്ധീകരണം പൂർത്തിയാക്കി കഴിയുമ്പോൾ സ്വർഗത്തിലേക്ക് എത്തും. ശുദ്ധീകരണ അവസ്ഥയുടെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് എത്തും. ഉറപ്പായും സ്വർഗം ഉറപ്പിച്ച ആത്മാക്കളാണ് കേട്ടോ, അത് മറക്കരുത്. പക്ഷെ നമ്മൾ അവരെ സഹായിച്ചാൽ അവർക്ക് എളുപ്പത്തിൽ പോകാനായിട്ട് പറ്റും. അല്ലെങ്കിൽ അവർ വലിയ സഹനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് നമുക്കത് കുറയ്ക്കാം, അവരെ എത്രയും വേഗം നമുക്ക് സഹായിക്കാം. അപ്പൊ ഇതാണ് മരണശേഷം സംഭവിക്കുന്ന കാര്യം. ഇനി ഇത് കഴിഞ്ഞില്ല, ഇനി ഇത് തനത് വിധി, ഇത് ആത്മാവിൽ സംഭവിക്കുന്നു. അത് കഴിഞ്ഞ് ഇനി അന്ത്യ കാലഘട്ടത്തിൽ എന്ത് സംഭവിക്കുന്നുള്ളതാ? അന്ത്യ കാലഘട്ടം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ രണ്ടാം വരവ്.